തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സഖ്യ ചർച്ചകൾ സജീവമാകുന്നതിനിടെ പട്ടാളി മക്കൾ കക്ഷി ചെന്നൈയിൽ സംഘടിപ്പിച്ച നിർണായക പ്രതിഷേധ പരിപാടിയിൽ നിന്ന് നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം വിട്ടുനിന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. DMK സർക്കാരിനെതിരെ ജാതി സെൻസസ് ആവശ്യപ്പെട്ട് അൻപുമണി രാമദാസിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ നിന്നാണ് TVK വിട്ടുനിന്നത്. വിജയ് തന്റെ സംസ്ഥാന വ്യാപക പര്യടനത്തിന്റെ രണ്ടാം ഘട്ട പുനരാരംഭിക്കുന്നതിന്റെ തൊട്ട് തലേന്നാണ് ഈ സംഭവം എന്നതും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ നിരീക്ഷകർ ഏറെ ഉറ്റുനോക്കുന്ന TVK PMK സഖ്യ സാധ്യതകൾക്കിടയിലെ ഈ വിട്ടുനിൽക്കൽ മുന്നണി രൂപീകരണത്തിലെ അനിശ്ചിതത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ചെന്നൈയിലെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ അൻപുമണി രാമദാസിന്റെ വിശ്വസ്തനായ PMK നേതാവ് അഡ്വക്കേറ്റ് ബാലു TVK നേതാക്കളെ നേരിട്ട് കണ്ട് ക്ഷണിച്ചിരുന്നു. TVK ജനറൽ സെക്രട്ടറി N ആനന്ദുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തി. ജാതി സെൻസസ് എന്ന വിഷയത്തിൽ ഇരു പാർട്ടികളും സമാന നിലപാടാണ് ഉള്ളതെന്നിരിക്കെ വിജയ് പ്രതിനിധികളെ അയക്കുമെന്ന് PMK കേന്ദ്രങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ BJPയും TTV ദിനകരന്റെ AMMKയും സമരവേദിയിൽ സജീവമായതോടെ TVK പിന്മാറുകയായിരുന്നു. BJPയുമായി വേദി പങ്കിടുന്നത് തങ്ങളുടെ രാഷ്ട്രീയ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് TVK ഈ തീരുമാനമെടുത്തത്. പ്രത്യേകിച്ച് DMKയ്ക്കും BJPക്കുമെതിരെ തുല്യ അകലം പാലിക്കുന്ന രാഷ്ട്രീയ നയമാണ് വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. BJPയോടൊപ്പം ഒരേ വേദിയിൽ നിൽക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളെ അകറ്റുമെന്ന ഭയവും TVKയ്ക്ക് ഉണ്ട്. തമിഴ്നാട്ടിൽ ഉടൻ ജാതി സെൻസസ് നടത്തണമെന്നത് PMKയുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ്. എന്നാൽ സെൻസസ് നടത്താനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണെന്നും സംസ്ഥാനത്തിന് അതിൽ പരിമിതികൾ ഉണ്ടെന്നുമാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നിലപാട്. ബീഹാർ മാതൃകയിൽ സർവേ നടത്താൻ DMK തയ്യാറാകാത്തതിനെ കണ്ണുകെട്ടൽ വിദ്യ എന്നാണ് TVK നേതാവ് ആദവ് അർജുന വിശേഷിപ്പിച്ചത്. ഈ വിഷയത്തിൽ PMK നൽകിയ കത്ത് ഗൗരവത്തോടെ കാണുന്നുവെന്നും ജാതി സെൻസസ് എന്ന ആശയത്തോട് തങ്ങൾക്ക് പൂർണ്ണ യോജിപ്പാണെന്നും TVK വ്യക്തമാക്കിയിരുന്നു. എങ്കിലും പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പുള്ള BJP നേതാക്കൾക്കൊപ്പം അണിനിരക്കാൻ തൽക്കാലം വിജയ് തയ്യാറല്ല. അതേസമയം PMKയ്ക്കുള്ളിൽ ഉടലെടുത്തിരിക്കുന്ന രൂക്ഷമായ അധികാര തർക്കമാണ് മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം. പാർട്ടി സ്ഥാപകൻ ഡോക്ടർ S രാമദാസും മകൻ അൻപുമണി രാമദാസും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുകയാണ്. BJPയുമായുള്ള സഖ്യത്തെ ചൊല്ലിയാണ് ഇരുവരും തമ്മിൽ പ്രധാനമായും അഭിപ്രായ വ്യത്യാസമുള്ളത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയുമായി സഖ്യമുണ്ടാക്കാൻ അൻപുമണിയാണ് നിർബന്ധിച്ചതെന്ന് ഡോക്ടർ രാമദാസ് പരസ്യമായി കുറ്റപ്പെടുത്തിയിരുന്നു. അൻപുമണിയെ കേന്ദ്രമന്ത്രിയാക്കിയത് വലിയ തെറ്റായി പോയെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി പ്രസിഡന്റ് പദവിയെ ചൊല്ലിയുള്ള തർക്കം മദ്രാസ് ഹൈക്കോടതി വരെ എത്തുകയും ചെയ്തു. അൻപുമണി തന്റെ വിഭാഗവുമായി ചേർന്ന് പുതിയ നീക്കങ്ങൾ നടത്തുന്നതും PMK പിളർപ്പിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. വടക്കൻ തമിഴ്നാട്ടിൽ വണ്ണിയാർ സമുദായത്തിനിടയിൽ ശക്തമായ സ്വാധീനമുള്ള PMKയും ഒപ്പം കൂട്ടുന്നത് TVKയ്ക്ക് വലിയ നേട്ടമാകുമെന്ന് ആദവ് അർജുനയെ പോലുള്ള നേതാക്കൾ കരുതുന്നു. സഖ്യകക്ഷികൾക്ക് അധികാരത്തിൽ പങ്കാളിത്തം നൽകുമെന്ന് വിജയ് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വന്തം നിലയിൽ ഭൂരിപക്ഷം നേടാൻ പ്രയാസപ്പെടുന്ന PMKയ്ക്ക് ഇത് ആകർഷകമായ വാഗ്ദാനമാണ്. എങ്കിലും BJP ബന്ധം ഉപേക്ഷിക്കാതെ PMKയുമായി സഖ്യമുണ്ടാക്കുന്നത് TVKയുടെ മതേതര പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കും. വിജയ് ഇന്ന് ഈറോഡിൽ നടത്തുന്ന പൊതുസമ്മേളനത്തിൽ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വ്യക്തമായ നിലപാട് അറിയിക്കുമെന്നാണ് കരുതുന്നത്. വരും ദിവസങ്ങളിൽ PMKയിലെ ഉൾപാർട്ടി പോലും സഖ്യ ചർച്ചകളും തമിഴ്നാട് രാഷ്ട്രീയത്തെ കൂടുതൽ ചൂടുപിടിപ്പിക്കും.